ഹലോ ഗായ്സ്, കർമ്മ ഓൺലൈൻ ട്യൂഷൻസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും S4 ജിയോളജിയിലെ മാത്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു യൂണിറ്റ് തുടങ്ങുകയാണ്. നമ്മൾ തുടങ്ങാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. റൈറ്റ്, സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്? ഇൻ ദ മോസ്റ്റ് ജനറൽ സെൻസ്, the term statistics refers to the scientific methods used for collecting, organizing, summarizing and presenting data. ഇതൊക്കെ കുറേ തിയറിയാണ്, കൺസെപ്റ്റ് പാർട്ടാണ് കൂടുതൽ. നിങ്ങൾ ജസ്റ്റ് എന്താ വായിച്ചു പോവുക, മനസ്സിലാക്കി പോവുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വരുന്ന വഴിക്ക് കുറച്ചുകൂടെ കൺസെപ്റ്റുകൾ വരും, നമുക്ക് കുറച്ചുകൂടെ ഇക്വേഷൻസ് വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് മെത്തേഡ്. ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് സയൻറ്റിഫിക് മെത്തേഡ്. എന്തിനു വേണ്ടിയിട്ട്? ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട്. ആ കളക്ട് ചെയ്ത ഡാറ്റയെ ഓർഗനൈസ് ചെയ്ത ഡാറ്റയെ സമ്മറൈസ് ചെയ്തിട്ട് ആ സമ്മറൈസ് ചെയ്ത ഡാറ്റയെ പ്രസന്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സയൻറ്റിഫിക് മെത്തേഡ്സിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ഒരു ഡേറ്റ കളക്ട് ചെയ്യാണ്. എനിക്ക് ഈ ഡാറ്റ പല മെത്തേഡ് യൂസ് ചെയ്ത് കളക്ട് ചെയ്യാം. ഈ പറഞ്ഞ മെത്തേഡുകളാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. മാത്രമാണോ? അല്ല. ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഡാറ്റ മെത്തേഡ് അല്ലെങ്കിൽ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കളക്ട് ചെയ്തു. ഈ കളക്ട് ചെയ്ത ഡേറ്റനെ എനിക്ക് എന്ത് ചെയ്യാം? പല രീതിയിൽ ഓർഗനൈസ് ചെയ്യാം. ഫോർ എക്സാമ്പിളായിട്ട് ഞാൻ പറയാണ്, ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്ക് എൻ്റെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളെയാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അവരെ പറ്റിയുള്ള ഡീറ്റെയിൽസാണ് ഞാൻ എടുക്കാൻ പോകുന്നതെന്ന് വെച്ചു. അപ്പോൾ അതെനിക്ക് ഏതൊക്കെ രീതിയിൽ കളക്ട് ചെയ്ത് ഓർഗനൈസ് ചെയ്യാൻ പറ്റും? എനിക്കൊന്നെങ്കിൽ മെയിലാണോ ഫീമെയിലാണോ എന്നൊരു രീതിയിൽ ഓർഗനൈസ് ചെയ്തൂടെ? ഓക്കെ, ഇല്ലെങ്കിൽ എ വെച്ച് തുടങ്ങുന്നത്, ബി വെച്ച് തുടങ്ങുന്നത്, സി വെച്ച് തുടങ്ങുന്നത്, അങ്ങനെ നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏത് ലൊക്കാലിറ്റിയിൽ നിന്നാണ് വരുന്നത്, ഏത് സബ്ജക്റ്റാണ് അവർ +1 പഠിച്ചത്, അങ്ങനെ എനിക്ക് പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഈ ഡേറ്റയെ ഓർഗനൈസ് ചെയ്യാൻ പറ്റും. സോ ഞാൻ ഓർഗനൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രീതി അനുസരിച്ച് എനിക്ക് ഈ ഡാറ്റ പല രീതിയിൽ കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഞാൻ ഓർഗനൈസ് ചെയ്തു അല്ലേ? ഞാൻ ഇപ്പോൾ മെയിൽ ഫീമെയിൽ എന്ന് ഓർഗനൈസ് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് എന്ത് സമ്മറി കിട്ടും? എൻ്റെ ക്ലാസ്സിൽ ടോട്ടൽ 40 പേരിൽ 19 പേര് മെയിലാണ്, ബാക്കിയുള്ള 21 പേര് ഫീമെയിലാണ്, 21 പേര് ഫീമെയിലാണ്. അങ്ങനെ എനിക്ക് സമ്മറൈസ് ചെയ്യാൻ പറ്റിയില്ലേ? ആൻഡ് എനിക്ക് ഈ സമ്മറൈസ് ചെയ്ത സാധനത്തിനെ പ്രസന്റ് ചെയ്യാം. എങ്ങനെ പ്രസന്റ് ചെയ്യാം? ബാർ ചാർട്ട്, പൈ ചാർട്ട്, ഹിസ്റ്റോഗ്രാം, അങ്ങനെ പല മെത്തേഡ്സിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രസന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇത്രയും സംഭവങ്ങളോട് ചേരുന്ന സയന്റിഫിക് മെത്തേഡ്സിനെയാണ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ദ സയന്റിഫിക് മെത്തേഡ്സ് യൂസ്ഡ് ഫോർ കളക്ടിങ്, ഓർഗനൈസിങ്, സമ്മറൈസിങ് ആൻഡ് പ്രസന്റിങ് ഡാറ്റ. ഓക്കെ, ഇനി അടുത്തെന്താ നമുക്ക് നോക്കിയാൽ കാണാം. സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ഓൾസോ കൺസേൺഡ് വിത്ത് ദ ടാസ്ക് ഓഫ് അനലൈസിങ് ദ ഡാറ്റ കളക്റ്റഡ് ആൻഡ് മേക്കിംഗ് വാലിഡ് കൺക്ലൂഷൻസ് ഓർ ഡിസിഷൻസ് ബേസ്ഡ് ഓൺ ദ റിസൾട്ട് ഓഫ് സച്ച് അനാലിസിസ്. ഞാൻ നേരത്തെ പറഞ്ഞ സാധനം തന്നെ. എന്താ? ഈ പറഞ്ഞ ഡാറ്റ ചുമ്മാ കളക്ട് ചെയ്താൽ പോരാ, അതിനെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് സമ്മറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് വാലിഡ് ആയിട്ടുള്ള കൺക്ലൂഷൻസ് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് റിസൾട്ട് പറയാൻ പറ്റും. അതായത് നമ്മൾ ഒരു ലോങ് പീരീഡ് ഓഫ് ഡേറ്റ എടുക്കുകയാണ്, ഡേറ്റ കളക്ട് ചെയ്യണം, കറക്റ്റ് ആയിട്ടുള്ളൊരു ഡേറ്റ. ഇപ്പോൾ ഞാൻ മഴയുടെ ഒരു ഡേറ്റ എടുക്കുകയാണ്. അപ്പോൾ ഇത്ര വർഷത്തിലുള്ള അല്ലെങ്കിൽ ഇത്ര നാളിലെ ഒരു ഡേറ്റ ഞാൻ കളക്ട് ചെയ്ത് അതിനെ കൃത്യമായിട്ട് ഞാൻ ഓർഗനൈസ് ചെയ്താലേ എനിക്ക് പറയാൻ പറ്റും ഈ വർഷം ഈ ഒരു സമയമാകുമ്പോൾ മഴ പെയ്യാം, സാധാരണ ഈ ഒരു ടൈമിൽ ഇത്രത്തോളം മഴയാണ് പെയ്യാറ്. അങ്ങനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺക്ലൂഷൻ ഉണ്ടാക്കി റിസൾട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അത് ഈ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. മോസ്റ്റ് ഓഫ് സയൻസസും ഞാൻ പറഞ്ഞില്ല, പ്രോബബിലിറ്റിയിലും സ്റ്റാറ്റിസ്റ്റിക്സിലുമാണ് റൺ ചെയ്യുന്നത്. ലൈക്ക് ജിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു പോർഷനാണ് ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. കാരണം എന്താ? നമുക്ക് വരുന്ന പോർഷനാണ് മെറ്റീരിയോളജി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അറ്റ്മോസ്ഫിയറിക് സയൻസിനകത്ത് വരുന്ന മഴ, കാലാവസ്ഥാ പ്രവചനമൊക്കെ വരുന്നൊരു ഡിപ്പാർട്ട്മെന്റ് ആണത്. അപ്പോൾ അവരെങ്ങനെയാണ് അത് നോക്കുക എന്ന് വെച്ചാൽ ഈ ഡേറ്റ കളക്ട് ചെയ്യുന്നു, അതിനെ അനലൈസ് ചെയ്യുന്നു, അതിനെ ഓർഗനൈസ് ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നു, റിസൾട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രത്തോളം ഹ്യൂമിഡിറ്റിയാണ് ഇവിടെ ഉള്ളത്, ഇത്രത്തോളം ക്ലൗഡിയാണ് അന്തരീക്ഷം, ഇത്രത്തോളം വെറ്റ് കണ്ടന്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു ദി ഡേറ്റ വി ക്യാൻ സമ്മറൈസ് ദാറ്റ് ഇറ്റ് വിൽ ബി റെയിൻ ടുഡേ.
ഹ്യൂമിഡിറ്റി കുറവാണ്, വെയിൽ കണ്ടന്റ് ഇല്ല, ഡാർക്ക് ക്ലൗഡ്സ് ഒന്നും ഇല്ല, നമുക്ക് തന്നെ പറയാൻ പറ്റുമല്ലോ. നമ്മൾ ഇത്രയും ഡാറ്റ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടെ മഴയിന്ന് പെയ്യില്ല അല്ലെങ്കിൽ മഴയിന്ന് പെയ്യും. സോ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. വെൻ കളക്ടിങ് ഡേറ്റ, statisticians are generally interested in some characteristics of a group of individual or objects. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാം. അപ്പം ഞാൻ കളക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല നിങ്ങൾ കളക്ട് ചെയ്യുക. അപ്പം ഞാനൊരു ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ എന്താ പറഞ്ഞത്, നമ്മൾ എന്തായിരിക്കും ഇതിൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക്സിലായിരിക്കും നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ക്ലാസ്സിലെ കുട്ടികളുടെ ഡീറ്റെയിൽ എടുക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളതായിരിക്കും എന്താ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അല്ലെങ്കിൽ അവരുടെ ലൊക്കാലിറ്റി ആയിരിക്കും ചിലപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു ഗ്രൂപ്പിൽ നിന്ന് മറ്റൊരു ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക്സും മാറും. ഇപ്പോൾ ക്ലാസ്സിലെ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ ഞാൻ അങ്ങനെ എടുത്തു. അപ്പോൾ കോളേജിലെ കംപ്ലീറ്റ് സ്റ്റുഡൻസ് ഞാൻ എടുക്കുന്നെങ്കിലോ ചിലപ്പോൾ ഞാൻ അപ്പോഴും കൺസിഡർ ചെയ്യുക ഓരോരുത്തരും വിഷയം, ഓരോ സബ്ജക്റ്റ് പഠിക്കുന്ന എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്നായിരിക്കും ഞാൻ ചിലപ്പോൾ, അപ്പോൾ അവിടെ ആ ക്യാരക്ടർ ആയിരിക്കും ഞാൻ ചിലപ്പോൾ കൺസിഡർ ചെയ്യുക. സോ ഈ ക്യാരക്ടറും മാറാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞല്ലോ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ക്യാരക്ടറിസ്റ്റിക്സ് അതിനെ നമ്മൾ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾസ്, പാരാമീറ്റേഴ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, സോ എന്താണ് പോപ്പുലേഷൻ? The total set of measurements that we are interested in studying is called a population. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ പല പല ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ മൊത്തത്തിൽ എന്തിനെയാണോ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിനെ ടോട്ടലായിട്ട് ചേർത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും, പോപ്പുലേഷൻ എന്ന് പറയാൻ പറ്റും. The total set of measurements that we are interested in studying is called a population. ഓക്കെ, നമ്മൾ മൊത്തത്തിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുടെ മെഷർമെന്റിനെ എല്ലാത്തിനെയും കൂടെ ചേർത്ത് നമ്മൾ എന്തെന്ന് പറയും, പോപ്പുലേഷൻ എന്ന് പറയും. സംടൈംസ് പോപ്പുലേഷൻ മേ ബി വെരി ലാർജ് ആൻഡ് ഡിഫിക്കൽട്ട് ടു കൺസിഡർ ആസ് എ ഹോൾ. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഒരു പോപ്പുലേഷൻ മൊത്തത്തിൽ കൺസിഡർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന എന്താണോ, നമ്മൾ എന്തിനെയാണോ നമ്മൾ സ്റ്റഡി ചെയ്യാൻ ഡാറ്റ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള മാക്സിമം അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മെഷർമെന്റ്സിനെ നമ്മൾ ചേർത്ത് വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ചില സമയം വളരെ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ മൊത്തത്തിലായിട്ട് കൺസിഡർ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു പോപ്പുലേഷനിൽ നിന്ന് ഒരു സാമ്പിൾ എടുക്കും. ഓക്കെ, അപ്പോൾ എന്താ സാമ്പിൾ? എ സബ്സെറ്റ് ഓഫ് ദി എൻറ്റയർ പോപ്പുലേഷൻ. ഓക്കെ, എന്താ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ പോപ്പുലേഷൻ്റെ ഒരു ഭാഗമാണ്. പോപ്പുലേഷനെ ഒരേപോലെ റെപ്രസെന്റ് ചെയ്യാൻ കഴിവുള്ള ഒരു പോപ്പുലേഷന്റെ ഭാഗമായിരിക്കും സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എന്ത് പഠിക്കുന്നത്, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് വളരെ വലിയൊരു പോപ്പുലേഷൻ ആയിരിക്കും. പക്ഷെ ഞാൻ എന്ത് ചെയ്യും, ഈ പോപ്പുലേഷനിൽ നിന്ന് കുറേശ്ശെ കുഞ്ഞു സാമ്പിൾസ് സെലക്ട് ചെയ്യും. അപ്പോൾ എനിക്ക് 1000 പേരുള്ള ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ 1000 പേരുടെ ഒരു ഡേറ്റയാണ് എനിക്ക് സ്റ്റഡി ചെയ്യാനുള്ളത്. 1000 എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, കുഞ്ഞ് കൺസെപ്റ്റിൽ വളരെ ചെറുതാണ് അല്ലേ. പക്ഷെ നമ്മൾ പറയുമ്പോൾ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയണം, 1000 പേര് ഞാൻ വളരെ വലുതാണ് എന്നാണ് എൻ്റെ കൺസെപ്റ്റിൽ. ഓക്കെ, സോ ഈ 1000 എന്ന് പറയുന്നതാണ് എൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഈ 1000 പേര് ഒരുമിച്ച് പഠിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഇതിന്ന് സാമ്പിൾ എടുക്കുന്നു. ഞാൻ 10 പേര് അല്ലെങ്കിൽ ഒരു 50 പേരുടെ ഒരു 10 ഗ്രൂപ്പ് ഞാൻ സെലക്ട് ചെയ്യാണ്. ഈ ഓരോ ഗ്രൂപ്പും എന്തായിരിക്കും, സാമ്പിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന സാധനമാണ് പോപ്പുലേഷൻ. ആ പോപ്പുലേഷൻ്റെ ഒരു സബ്സെറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത്, സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, whenever we talk about population, the facts about the population as a whole are called parameters. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, പോപ്പുലേഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ whenever we talk about population, the fact about the population is a whole. പോപ്പുലേഷന്റെ ഫാക്റ്റുകളെ വിളിക്കുന്ന കാര്യങ്ങളാണ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അപ്പോൾ നമ്മൾ പോപ്പുലേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പോപ്പുലേഷനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് പാരാമീറ്റേഴ്സ് എന്നാണ്. ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞില്ലേ, ആ സംഭവം തന്നെ.
അപ്പോൾ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണെങ്കിൽ അതിനെ പാരാമീറ്റർ എന്ന് വിളിക്കുന്നു. അപ്പോൾ പോപ്പുലേഷൻ്റെ പാരാമീറ്റർ ആയതുകൊണ്ട് തന്നെ ഓരോ പോപ്പുലേഷന് ഇഷ്ടംപോലെ പാരാമീറ്റേഴ്സ് കാണാം. പോപ്പുലേഷൻ വളരെ ലാർജ് ആണ്, അതുകൊണ്ട് തന്നെ ഓരോ പോപ്പുലേഷനും പല 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 പാരാമീറ്റേഴ്സ് കാണാം. അതേസമയം ഈ പറഞ്ഞ സാധനം സാമ്പിളിൻ്റെ ഫാക്റ്റ് ആണെങ്കിലോ, സാമ്പിളിൻ്റെ ഫാക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാമ്പിളിൻ്റെ ഫാക്റ്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫാക്ട്സ് ഓഫ് സാമ്പിൾ ഇസ് കാൾഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ നമ്മൾ തുടങ്ങിയത് തന്നെ തിരിച്ചെത്തിയല്ലേ. അപ്പോൾ എന്താ പോപ്പുലേഷൻ? നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏതാണോ അതിൻ്റെ ടോട്ടൽ സെറ്റ് ഓഫ് മെഷർമെൻറ്റിനെ പോപ്പുലേഷൻ എന്ന് വിളിക്കുന്നു. ആൻഡ് ആ ഒരു വലിയ പോപ്പുലേഷൻ്റെ ഒരു സബ്സെറ്റാണ് എന്തെന്ന് പറയുന്നത് സാമ്പിൾ എന്ന് പറയുന്നത്. ആൻഡ് ഈ പോപ്പുലേഷൻ്റെ ഫാക്റ്റുകളെ അല്ലെങ്കിൽ പോപ്പുലേഷൻ്റെ സർട്ടൺ ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? പാരാമീറ്റേഴ്സ് എന്ന് വിളിക്കുന്നു. അതേസമയം സാമ്പിളിൻ്റെ ഫാക്റ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വിളിക്കുന്നു. സോ ഒരു ഫ്ലോ ചാർട്ട് പോലൊരു സാധനം കൊടുത്തിട്ടുണ്ട് കണ്ടോ. പോപ്പുലേഷൻ്റെ സബ്സെറ്റ് ആണ് എന്തെന്ന് പറയുന്നത് സാമ്പിൾ എന്ന് പറയുന്നത്. പോപ്പുലേഷൻ്റെ ഫാക്ടറാണ് പാരാമീറ്റർ എന്ന് പറയുന്നത്. സാമ്പിളിൻ്റെ ഫാക്റ്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഈ പല പല സ്റ്റാറ്റിസ്റ്റിക്സ് ചേരുമ്പോൾ നമുക്ക് അത് വെച്ച് പാരാമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റും. പല പല സാമ്പിളുകൾ ചേരുമ്പോൾ നമുക്ക് അത് വെച്ച് പോപ്പുലേഷൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ പലതരത്തിലുള്ള റിലേഷൻസ് തമ്മിലുണ്ട്. ഓക്കെ, സോ മൂവിങ് ഓൺ. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പറയാം. അപ്പോൾ നമ്മൾ നമ്മുടെ റെഫറൻസ് ടെക്സ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ US ഓതേഴ്സ് എഴുതിയ അല്ലെങ്കിൽ അമേരിക്കൻ ഓതേഴ്സ് എഴുതിയതായതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന എക്സാമ്പിളുകൾ ഇൻ്റർനാഷണൽ ടൈപ്പ് എക്സാമ്പിൾ ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ആദ്യം ഇത് പോപ്പുലേഷൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ വി മേ ബി ഇൻട്രസ്റ്റഡ് ഇൻ ദ ഒക്കുറൻസ് ഓഫ് intestinal dysentery among the Yanomami tribes of the Amazonian jungle എന്ന് പറഞ്ഞാൽ എന്തുവാ? അവരുടെ എക്സാമ്പിൾ പറയാം. അപ്പോൾ ആമസോൺ ജംഗിളിലുള്ള യാനോമാമി എന്ന് പറയുന്ന ട്രൈബിൻ്റെ ഇടയിലുള്ള ഡൈസെൻട്രിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടതെങ്കിൽ, ഓക്കെ, അങ്ങനെ നമ്മളൊരു കേസ് എടുക്കുകയാണെങ്കിൽ ആ ട്രൈബിലുള്ള ഓരോ ഇൻഡിവിജ്വൽ മെമ്പറിനെയും, ഓക്കെ, ഓരോ ഇൻഡിവിജ്വൽ മെമ്പറിനെയാണ് എന്തെന്ന് പറയുന്നത്? പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അല്ല, മനസ്സിലായോ? അതായത് നമ്മൾ ആമസോൺ ജംഗിളിൽ യനോമാമി എന്ന് പറയുന്ന ട്രൈബിലുള്ള ആൾക്കാർക്കുണ്ടാവുന്ന ഇൻറ്റസ്റ്റൈനൽ ഡൈസെൻട്രി അഥവാ വയറിളക്കം, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ആ പറഞ്ഞ ട്രൈബിൽ എത്ര ആൾക്കാരുണ്ടോ അത്രയും ആൾക്കാരും എന്തായിരിക്കും? ഈ പറഞ്ഞ പോപ്പുലേഷൻ ആയിരിക്കും. ഓക്കെ, ശരി. ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്? സാമ്പിൾ പറഞ്ഞു അല്ലേ. സാമ്പിൾ പറയുമ്പോൾ എ ഗ്രൂപ്പ് ഓഫ് 1000 രജിസ്റ്റേർഡ് വോട്ടേഴ്സ് ഈസ് എ സാമ്പിൾ ഓഫ് ദി എൻറ്റയർ പോപ്പുലേഷൻ ഓഫ് എലിജിബിൾ വോട്ടേഴ്സ് ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അല്ലേ. അല്ലെങ്കിൽ US എടുക്കേണ്ട, നമ്മൾ ഇന്ത്യയിൽ തന്നെ എടുത്തു. നമ്മൾ ഈ പറഞ്ഞ 140 കോടി ആൾക്കാരുണ്ട്. അതിലൊരു 100 കോടി ആൾക്കാർ രജിസ്റ്റേർഡ് ആയിട്ടുള്ള വോട്ടേഴ്സ് 18 വയസ്സിന് ശേഷമുള്ളവരാണെന്ന് കരുതിക്കോ. 18 വയസ്സിന് ശേഷമുള്ള ഒരു 100 കോടി ആൾക്കാരുണ്ട്. അതാണ് നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ. അതിനകത്ത് ഞാൻ 1000 പേരെ എടുത്താൽ അതാണ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പാരാമീറ്ററിൻ്റെ എക്സാമ്പിൾ കൊടുത്തേക്കുന്നുണ്ടോ. നമ്പർ ഓഫ് നാച്ചുറലൈസ്ഡ് citizens in the last 10 years as a percentage of all US citizens is a parameter of the US population. അതായത് ടോട്ടൽ യുഎസിൻ്റെ പോപ്പുലേഷൻ എടുക്കുന്നു. ഓക്കെ, ടോട്ടൽ യുഎസിൻ്റെ പോപ്പുലേഷൻ എടുത്താൽ അതായിരിക്കും എന്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ. ആ ഒരു ഡേറ്റയുടെ പോപ്പുലേഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റ്. അതിനകത്തുനിന്ന് അവർ എന്തെടുക്കുകയാണ്? പെർസെൻറ്റേജ് ഓഫ് നാച്ചുറലൈസ്ഡ് സിറ്റിസൺസ്. കഴിഞ്ഞ 10 വർഷമായിട്ട് അവിടെ വന്ന് താമസിച്ച് അവർക്ക് അവിടെ അങ്ങോട്ട് സിറ്റിസൺഷിപ്പ് കൊടുത്ത ആൾക്കാരെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഓക്കെ, അവിടെ വന്ന് താമസിച്ച കഴിഞ്ഞ 10 വർഷമായിട്ട് അവിടെ വന്ന് താമസിച്ച ആൾക്കാർ ഈ ടോട്ടൽ പോപ്പുലേഷൻ്റെ എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് നോക്കിയാൽ അത് അതിൻ്റെ പാരാമീറ്ററായി. ടോട്ടൽ പോപ്പുലേഷൻ്റെ ഒരു ക്യാരക്ടറായി. 100% ആണ് പോപ്പുലേഷൻ. അതിലൊരു 14% പേര് ഇത് കണക്ക് വന്ന് താമസിച്ച് സിറ്റിസൺഷിപ്പ് കിട്ടിയവരാണ് എന്ന് പറഞ്ഞാൽ ആ വന്ന് താമസിച്ചത് അതിൻ്റെ ഒരു ക്യാരക്ടറായിട്ട് മാറി. therefore that is a പാരാമീറ്റർ. ഇനി നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക് അല്ലെങ്കിൽ എന്താ ഫാക്ട് അബൌട്ട് സാമ്പിളിന് എക്സാമ്പിളായിട്ട് പറയുന്നത് എന്താ? ഇപ്പം നമ്മൾ കുറച്ചും കൂടെ ഇതായിട്ട് എടുക്കുകയാണ്. അപ്പം നമ്മൾ ടോട്ടൽ വന്ന് താമസിച്ച അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് കിട്ടിയവരെന്നുള്ളതിൽ നിന്ന് ഒരു സാമ്പിളായിട്ട് എടുക്കുകയാണ്. എന്താണ്? സിറ്റിസൺഷിപ്പ് കിട്ടി ഫ്രാൻസിൽ ജനിച്ചിട്ട് സിറ്റിസൺഷിപ്പ് കിട്ടിയവരെ മാത്രമായിട്ട് എടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അതെന്തായി? സ്റ്റാറ്റിസ്റ്റിക്കായി. കൺസെപ്റ്റാണ്.
ക്വസ്റ്റ്യനും കൺസെപ്റ്റ്സിലായിരിക്കും കേട്ടോ. ഓക്കെ. സോ ഇതുപോലെ നമുക്ക് ഈ പറഞ്ഞ ഡാറ്റയെ രണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ഓക്കെ, രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. അപ്പോൾ എന്താ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് ചോദിച്ചാൽ, ദീസ് ആർ ഒബ്സർവേഷൻസ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഓൺ എ ന്യൂമറിക്കൽ സ്കെയിൽ. നമുക്ക് നമ്പർ കൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ തന്നെ എന്താ, അളവ്, എണ്ണം അല്ലേ. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ഒബ്സർവേഷൻസ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഓൺ എ ന്യൂമറിക്കൽ സ്കെയിൽ. This type of data is most commonly used for the descriptive purposes. Descriptive ആവശ്യങ്ങൾക്ക് നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇതാണ്. അതായത് ഒരു സിറ്റുവേഷനെ ഡിഫൈൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു കണ്ടീഷനെ ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്പർ ഓഫ് ഫീമെയിൽ സ്റ്റുഡൻസ് ഇൻ അവർ ഹൈസ്കൂൾ, അല്ലെങ്കിൽ നമ്പർ ഓഫ് ബാക്ടീരിയ ഇൻ എ കപ്പ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. എന്തിൻ്റെയെങ്കിലും നമ്പറിനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നതെങ്കിൽ അതെന്തായിരിക്കും, ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ആയിരിക്കും. ഇനി if each observation in a data set falls in one and only one of a set of categories, the data is called qualitative. അപ്പോൾ ഈ പറഞ്ഞ എന്താ, ഓരോ ഒബ്സർവേഷൻ ഒരേ ഒരു ഡാറ്റ സെറ്റിൽ മാത്രമാണ് വീഴുന്നതെങ്കിൽ, ഞാൻ പറയുന്ന ഒരു ഒബ്സർവേഷൻ ഒരേ ഒരു ഡാറ്റ സെറ്റിൻ്റെ അണ്ടറിൽ മാത്രമാണ് വരുന്നതെങ്കിൽ അതിനെ ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നു. അതായിരിക്കും അതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താ, ദ പൊളിറ്റിക്കൽ പാർട്ടി വിത്ത് വിച്ച് എ പേഴ്സൺ ഈസ് അഫിലിയേറ്റഡ്. ഇപ്പം എനിക്ക് അംഗത്വമുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ കാണുള്ളൂ. ഒരാൾക്ക് ഒന്നും കാണാതിരിക്കാം, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി മാത്രമേ കാണാം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഏത് സബ്ജക്റ്റാണ് മെയിൻ എടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരുത്തരല്ലേ പറയാൻ പറ്റുള്ളൂ, BSc ജിയോളജി. ഓക്കെ. അപ്പോൾ കെമിസ്ട്രിക്കാരുടെ അടുത്ത് ചോദിച്ചാൽ അവൻ കെമിസ്ട്രി എന്ന് പറയും, ജിയോളജിക്കാരുടെ അടുത്ത് ചോദിച്ചാൽ ജിയോളജി എന്ന് പറയും, മാത്സിൻ്റെ ആളുടെ അടുത്ത് ചോദിച്ചാൽ മാത്സ് എന്ന് പറയും. സോ ഹി ബിലോങ്സ് ടു ഓൺലി വൺ സെറ്റ് അല്ലേ, ഒറ്റ സെറ്റിൽ മാത്രമാണ് അയാൾ വരുന്നത്. അങ്ങനെയുള്ളതിനെ ക്വാളിറ്റേറ്റീവ് എന്ന് പറയാം. ഇതായിട്ട് പറയാം, ദ സെക്സ് ഓഫ് ദി ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഓഫ് യുവർ ഫാമിലി. എന്താണ്, ആണാണോ പെണ്ണാണോ. ഒരാളൊന്ന് ഇപ്പോഴാണ് ഈ പറഞ്ഞ LGBTQ+ ഒക്കെ വന്നത്. ഈ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല, മെയിൽ ഓർ ഫീമെയിൽ ഏതവേ എനിവേ അവരും ഒരു സെർട്ടൻ കാറ്റഗറിയിലല്ലേ വരുള്ളൂ. മെയിൽ, ഫീമെയിൽ അല്ലെങ്കിൽ ട്രാൻസ് ആണ്. ഡബിൾ ഐഡന്റിറ്റി ഉണ്ടാവില്ലല്ലോ. ഓക്കെ. അതായത് ഞാനിപ്പോൾ ഞാനിപ്പോൾ മെയിലാണ്, അല്ലെങ്കിൽ ഞാൻ ബൈ ആണ്, അല്ലെങ്കിൽ ഞാൻ ഗേ ആണ്, അല്ലെങ്കിൽ ലെസ്ബിയൻ ആണ്. അങ്ങനെ ഒരു കാറ്റഗറി, ഒരേ ഒരു കാറ്റഗറിയിലല്ലേ ഒരാളൊരു സമയം വരും. അപ്പോഴും ബൈ എന്ന് പറഞ്ഞാലും അതൊരു കാറ്റഗറിയാണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ടൈപ്പ് ഓഫ് ഡാറ്റ നമുക്ക് പറയാൻ പറ്റും, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് പർപ്പസിലാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ന്യൂമറിക്കൽ ആയിരിക്കും, നമ്പേഴ്സ് ആയിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്, നമ്പേഴ്സിനെ ആയിരിക്കും. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. അവിടെ എന്താണ് നമ്മൾ പറയുന്നൊരു സാധനം ആ ഒരേ ഒരു സെറ്റിൽ മാത്രം, ഒരേ ഒരു ഡാറ്റ സെറ്റിൽ മാത്രമായിരിക്കും വരിക. ഓക്കെ. ഇനി എന്താണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് ചോദിച്ചാൽ, നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റയെ പല പല ക്ലാസ്സസ് ആയിട്ട് ഒരു ടേബുലാർ ലിസ്റ്റിൽ, അല്ലെങ്കിൽ ഒരു ടേബിൾ പോലെയുള്ള ലിസ്റ്റിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നൊരു പരിപാടിയാണ് എന്തെന്ന് പറയുന്നത്, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റ ഉണ്ടല്ലോ, ആ കളക്ട് ചെയ്ത ഡേറ്റ എത്ര വട്ടം റിപ്പീറ്റ് ചെയ്യുന്നു, അതായിരിക്കും ഫ്രീക്വൻസി എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു ഡേറ്റ കളക്ട് ചെയ്യണം. ഇപ്പം ഞാൻ ഡൈസ് 10 വട്ടം ഇട്ടു. 10 വട്ടം ഡൈസ് ഇട്ടപ്പോൾ എനിക്ക് 1, 2, 1, 5, 4, 3, 2, 1, 1, 1, 2, 3, 4, 5, 6, 7, 8, 6 ഇങ്ങനെയാണ് എനിക്ക് വാല്യൂ വന്നത്. ഓക്കെ. 1, 2, 1, 5, 4, 3, 2, 1, 1, 6. അപ്പോൾ ഇത്രയും വാല്യൂ ആണ് എനിക്ക് വന്നത്. ഇത് എത്ര എണ്ണം ഫ്രീക്വൻ്റ് ആവുന്നുണ്ട്, എത്ര എണ്ണം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ എനിക്ക് കിട്ടിയ, അല്ലെങ്കിൽ ഞാൻ കളക്ട് ചെയ്ത ഡേറ്റേനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഓക്കെ, എനിക്ക് കിട്ടിയ ഡാറ്റേനെ ഞാൻ എന്താക്കി മാറ്റാൻ പോവാണ്, ഞാൻ ഇതിനെ ഒരു ടേബിളറാക്കി മാറ്റാൻ പോവാണ്. അതായത് എനിക്കിപ്പോൾ
സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞാൽ എനിക്കിപ്പോൾ നമുക്ക് 1 തൊട്ട് 6 വരെയല്ലേ നമുക്ക് വരാനുള്ള സാധ്യത. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, 1 to 3, 1 തൊട്ട് 3 വരെ എത്ര വട്ടം വന്നു? ഓക്കെ, 1 തൊട്ട് 3 വരെ എത്ര വട്ടം വന്നു? ദെൻ എന്താ 1 to 3, ദെൻ 3 to 5. ഓക്കെ, ഒത്തിരി തിന്നായിപ്പോയില്ലേ. ഓക്കെ, 3 to 5. വേണ്ട, അങ്ങനെ കൊടുത്താൽ കണ്ടിന്യൂസ് അതിനെക്കുറിച്ച് പിന്നെ പറയാം. അപ്പോൾ അത് ഇപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല. ഓക്കെ, വേണ്ട, ഞാൻ ഇത് നോർമൽ രീതിയിൽ അങ്ങനെ കൊടുക്കാം. 1 2 3 4 5 6. ഓക്കെ, ഇങ്ങനെ ഞാൻ കൊടുത്തു. ആൻഡ് 1 എത്ര വട്ടം വന്നു? 1 2 3 4. 1 4 വട്ടം വന്നു. ഓക്കെ, 2 എത്ര വട്ടം വന്നു? 2 വട്ടം വന്നു. 3 എത്ര വട്ടം വന്നു? 3 ഒരു വട്ടം, 4 ഒരു വട്ടം, 5 ഒരു വട്ടം, 6 ഒരു വട്ടം. ഞാൻ ഇങ്ങനെ എഴുതിയ ഈ സംഭവമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്ന് പറയുന്നത്. ഈ തന്നിരിക്കുന്ന ഇത്രയും ടോട്ടൽ ആയിട്ടുള്ള ഡേറ്റയെ ഞാൻ എന്ത് ചെയ്തു? ക്ലാസ്സസ് ആക്കി തിരിച്ചു. ഈ പറഞ്ഞ 1 2 3 4 5 6 ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് വന്നത്. ഈ 6 ആക്കി ഞാൻ തിരിച്ച ഇതിനെയാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ എന്താണോ അതിൽ നിന്നാണ് ഞാൻ ക്ലാസ് ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ എനിക്ക് എന്തൊക്കെ വന്നു? 1 2 3 4 5 6 ഇത്രയാണ് എനിക്ക് ക്ലാസ് ആയിട്ട് വന്നത്. ഓക്കെ, ഇനി എന്താ അടുത്ത കോളം എന്തായിരുന്നു? ഫ്രീക്വൻസി എന്നുള്ളതായിരുന്നു അടുത്ത കോളം. കാരണം ഞാൻ ഇവിടെ ടേബിളാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? എത്രത്തോളം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കി, 1 എത്ര വട്ടം വരുന്നുണ്ട്? 4. 2 എത്ര വട്ടം വരുന്നുണ്ട്? 2. 3 എത്ര വട്ടം? 1. 4 ഒരു വട്ടം, 5 ഒരു വട്ടം, 6 ഒരു വട്ടം. അങ്ങനെ ഫ്രീക്വൻസി നമ്മൾ ടോട്ടൽ സം എടുത്ത് നോക്കിയാൽ 4 2 6, 6 1 7, 8 9 10. ടോട്ടൽ എനിക്ക് എത്ര എൻട്രി ഉണ്ടായിരുന്നു? 10 എൻട്രി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സോ വലിയ ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ is a summary technique that organizes the data into classes and provide it in a tabular or table-like form. അപ്പോൾ എന്താ, ടേബിൾ ലൈക്കിൽ ഫോമുല അല്ലെങ്കിൽ ടേബിൾ പോലെ നമുക്ക് തന്നിരിക്കുന്ന ഫ്രീക്വൻസിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? അറേഞ്ച് ചെയ്യുന്ന സമ്മറി ടെക്നിക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? കാറ്റഗറീസ് ഷുഡ് നോട്ട് ഓവർലാപ്പ് ആൻഡ് ഷുഡ് കവർ ഓൾ പോസിബിൾ വാല്യൂ. ഇപ്പോൾ ഞാൻ ഞാനിപ്പോൾ സിംഗിൾ ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് എടുത്തത്. ഇപ്പോൾ ഞാൻ എടുക്കുന്നത് 1 to 5. ഓക്കെ, 5 to 10, 10 to 15 ഇങ്ങനെയാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, ഇത് എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു? ഓവർലാപ്പ് ചെയ്യാൻ പാടില്ല. എന്താണ് ഈ ഓവർലാപ്പ് എന്ന് പറഞ്ഞാൽ? ഞാനിപ്പോൾ 1 into 5 എഴുതി. അടുത്തത് ഞാൻ പിന്നെ എന്ത് എഴുതുകയാണ്? ഇപ്പോൾ 4 to 10 എന്ന് എഴുതുകയാണ്. 1 to 5, 4 to 10 എന്ന് എഴുതുകയാണ്. അപ്പോൾ അവിടെ എന്താ പ്രശ്നം വന്നത്? 1 to 5 ഓൾറെഡി 4 വന്നു അല്ലേ? ആൻഡ് 5 to 10 അല്ല, ഞാൻ 5 വരെ എന്താ എഴുതിയ? 4 to 10 എഴുതിയ. അപ്പം ഞാൻ 4 അവിടെ എഴുതൂ, ഇവിടെ എഴുതൂ. അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുമല്ലോ. അങ്ങനെ വരാൻ പാടില്ല. ആക്ച്വലി ഈ 1 to 5, 5 to 10 തന്നെ എഴുതുന്നത് ശരിയല്ല. അപ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് വേണ്ടാന്ന് തോന്നുന്നു. കാര്യം നമ്മൾ ഇങ്ങനെ എഴുതാതില്ല. പകരം എന്താ, ഇപ്പോൾ 1 to 5, 5 to 10 എന്നുള്ള സിറ്റുവേഷൻ വരും. ഇതിന്റെ മീഡിയൻ വാല്യൂ ഒക്കെ എടുത്ത് അങ്ങനെ കുറച്ച് സെറ്റപ്പ് ഒക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യുക. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ വേണോ വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാൻ എന്തെങ്കിലും വേണ്ടി വരുമോ ഇല്ലയോ. അതുപോലെ തന്നെ മാക്സിമം എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ടോ, ഡാറ്റ സെറ്റിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇതിനകത്ത് കവർ ആവണം. ഇപ്പോൾ ഞാൻ നേരത്തെ എഴുതിയില്ല 1 2 3 4 5 6. ഈ 6 വരെയുള്ള ഈ 1 2 3 4 5 6 ആണ് അതിനകത്തുണ്ടായിരുന്ന മാക്സിമം ഡേറ്റ എന്ന് പറയുന്നത്. അതായത് അത് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്? ഈ പറഞ്ഞ കാറ്റഗറി അല്ലെങ്കിൽ ക്ലാസ്സസ് എന്ത് ചെയ്യരുത്? ഓവർലാപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ ഡേറ്റ ഒന്നും തന്നെ മിസ്സായി പോകരുത്. എല്ലാ ഡേറ്റയും ഈ പറഞ്ഞ ഫ്രീക്വൻസി ടേബിളിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റണം. സിമ്പിൾ കാര്യമാണ്, കൺഫ്യൂഷൻ ആക്കരുത്. ഓക്കെ,
ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഈ പറഞ്ഞില്ലേ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെന്ന് സമ്മറൈസ് ചെയ്തു. നമ്മൾ എങ്ങനെ നമ്മൾ ഓർഗനൈസ് ചെയ്തതാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന സംഭവം. അതിനകത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യണം, റെപ്രസെന്റ് ചെയ്യാണ്. എങ്ങനെ റെപ്രസെന്റ് ചെയ്യാണ്, നമ്മൾ ഗ്രാഫുകൾ യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യാണ്. ഓക്കെ, ഗ്രാഫുകൾ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, റെപ്രസെന്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ ഗ്രാഫ് യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യാം എന്ന് ചോദിച്ചാൽ ആദ്യം നമുക്ക് പറയാൻ പറ്റുന്നതാണ് ബാർ ചാർട്ട്. ബാർ ചാർട്ട് വരയ്ക്കാൻ നിങ്ങൾക്ക് ഇല്ല എന്ന് തോന്നുന്നു, പകരം നിങ്ങൾക്ക് ഹിസ്റ്റോഗ്രാം ആയിരിക്കും ചോദിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ബാർ ചാർട്ട്? അപ്പോൾ ബാർ ചാർട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ബാർ ചാർട്ട് ആർ യൂസ്ഡ് ടു ഇലിസ്ട്രേറ്റ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഫോർ ക്വാളിറ്റേറ്റീവ് ഡേറ്റ. ഇതൊക്കെ കൺസെപ്റ്റാണ് പറഞ്ഞു പോകുന്നത്. കൺസെപ്റ്റ് നിങ്ങൾക്ക് കേട്ടറിഞ്ഞാൽ മതി, തിയറി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇത് വെച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്ത് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു ക്വാളിറ്റേറ്റീവ് ഡേറ്റയുടെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ ഇലിസ്ട്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കാണിക്കുന്ന ഗ്രാഫിനെയാണ് അല്ലെങ്കിൽ ചാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബാർ ചാർട്ട് എന്ന് പറയുന്നത്. ആ പേര് പറയുന്നത് പോലെ തന്നെ നമ്മൾ ബാറുകൾ കൊണ്ട് ചെയ്യുന്ന ചാർട്ടാണ്. ഓക്കെ, എന്താണ് ബാർ എന്ന് ചോദിച്ചാൽ നമുക്ക് എക്സ് വൈ ആക്സിസ് കാണും. ഇതിൽ ഈ പറഞ്ഞ റെക്ടാങ്കുലർ ബാറുകൾ കൊണ്ട് ആയിരിക്കും നമ്മൾ ഓരോ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, എന്താ ബാർ ചാർട്ട് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഇൻ വിച്ച് ദ ലെങ്ത് ഓഫ് ഈച്ച് ബാർ കറസ്പോണ്ട്സ് ടു ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഇൻ ഈച്ച് കാറ്റഗറി. ഈ ഓരോ ബാറും എന്തായിരിക്കും, ഓരോ കാറ്റഗറി ആയിരിക്കും. ഇതിപ്പോ 1, 2, 3 എന്താ ഈ ഒന്ന് നേരത്തെ ഞാൻ എഴുതി അതിന്റെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചോ. ഇപ്പൊ 1 എത്ര വട്ടം റിപ്പീറ്റ് ചെയ്തിരുന്നു, 4 വട്ടം അല്ലേ. 1, 2, സോറി 1, 2, 3, 4. അപ്പൊ ഈ ലെങ്ത് ഓഫ് എ ബാർ ചാർട്ട്, ആ അതിലുള്ള ഓരോ ബാറും എന്തായിരിക്കും, അതിന്റെ ഫ്രീക്വൻസിയുടെ എണ്ണം ആയിരിക്കും കാണിക്കുക. അപ്പൊ ഇവിടെ എത്രയാണ്, 4, ഇവിടെ 2, ബാക്കിയെല്ലാം 1. സിമ്പിൾ സംഗതിയാണ്. എന്താ ബാർ ചാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ബാറുകൾ കൊണ്ട്, റെക്ടാങ്കുലർ ബാറുകൾ കൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റയെ ഇലിസ്ട്രേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് എന്തെന്ന് പറയുന്നത് ബാർ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ബാർ ചാർട്ടിൽ എന്തായിരിക്കും, ഒബ്വിയസ്ലി ഓരോ ബാർ കാണും, ഓരോ ബാർ ഓരോ കാറ്റഗറി ആയിരിക്കും. ആ ബാറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് അതിന്റെ ഫ്രീക്വൻസി ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടാമതാണ് നമുക്ക് പറയാൻ പറ്റുന്നത് പൈ ചാർട്ട്. പൈ ചാർട്ടും ഇതേ പരിപാടിയാണ്, പക്ഷേ ഇവിടെ എന്തായിരിക്കും, സിംപ്ലി പൈ എന്താണ്, ആപ്പിൾ പൈ അല്ലെങ്കിൽ പിസ്സ എന്നൊക്കെ പറയില്ലേ, അതേ മെത്തേഡിലായിരിക്കും. ആ പൈ അല്ലെങ്കിൽ ആ സർക്കിൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഡേറ്റ ആയിരിക്കും. സർക്കിൾ അല്ലെങ്കിൽ പൈ എന്ന് പറയുന്നത് എന്തായിരിക്കും, കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഡേറ്റ ആയിരിക്കും. ഇതിനകത്ത് എന്തായിരിക്കും, ഈ പറഞ്ഞ പൈയെ നമുക്ക് സ്ലൈസസ് ആയിട്ട് തിരിക്കാം. ഓക്കെ, ഈ പറഞ്ഞ പൈനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ലൈസസ് ആയിട്ട് തിരിക്കാൻ പറ്റും. ഇതിൽ ഓരോ സ്ലൈസും ആ ഡാറ്റയെ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആ എന്താ പറയാ, അതിനകത്തുള്ള ഓരോ കാറ്റഗറിയെ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്, പൈ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഇതേ സാധനമാണ്. ആ കംപ്ലീറ്റ് സർക്കിൾ ആയിരിക്കും എന്തെന്ന് പറയുന്നത് വോൾ, കംപ്ലീറ്റ് സർക്കിൾ അഥവാ പൈ ആയിരിക്കും എന്തെന്ന് പറയുന്നത് കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഡേറ്റ. നമുക്കുള്ള ഡേറ്റയുടെ കംപ്ലീറ്റ് സെറ്റ് ആയിരിക്കും ഈ പറഞ്ഞ പൈ എന്ന് പറയുന്നത്. ആൻഡ് ദ സ്ലൈസസ് ഓഫ് ദ പൈ, ഈ പൈക്കുള്ള സ്ലൈസസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പ്രൊപ്പോർഷണൽ ആയിട്ട് ഏതിന് നമുക്ക് ആ ഓരോ ഫ്രീക്വൻസിയിലും എത്രത്തോളം അല്ലെങ്കിൽ ഓരോ കാറ്റഗറിയിലും എത്രത്തോളം ഫ്രീക്വൻസി ഉണ്ട് അതിനനുസരിച്ചായിരിക്കും ആ പൈയുടെ സൈസ് വരിക. ഇപ്പൊ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് ഇപ്പോൾ 1, 4 എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ഹയസ്റ്റ്. അപ്പൊ ഇതിനകത്തുള്ള ഏറ്റവും വലിയ സ്ലൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 4ന്റെ ഇതിൽ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇങ്ങനൊരു ഇതുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇതിൽ ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1ന്റെ സ്ലൈസ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് വരുന്നത് നമ്മുടെ 2ന്റെ സ്ലൈസ് ആയിരിക്കും. ബാക്കിയെല്ലാം ഈക്വൽ എമൗണ്ട് ആയിരുന്നു അല്ലേ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഏകദേശം ഈ ഒരു രീതിയിലുള്ളൊരു പൈ ചാർട്ട് ആയിരിക്കും നമുക്കിതിൽ വരിക. ഇനി ഇതൊരു സർക്കിളാണല്ലോ അല്ലേ, അപ്പോൾ നമ്മളിതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ സ്ലൈസിന്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്കിപ്പോൾ 5 സ്ലൈസ് ഉണ്ട്, 5 സ്ലൈസിന്റെയും കൂടെ ആംഗിൾ സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ സം എന്ന് പറയുന്നത് 360 ആയിരിക്കണം. കാരണം എന്താ, ഒരു സർക്കിളിന്റെ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 360 ഡിഗ്രി ആയിരിക്കും. ഇപ്പൊ ഞാന് ശരി, ഈ ലോഗോ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക്, കർമ്മയുടെ ലോഗോ.
അപ്പോൾ ഇവിടെയാണ്, ഇവിടുന്ന് ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യാണ്, ഇതിനെ സ്ലൈസ് ആക്കുകയാണ്. എനിക്ക് ഇങ്ങനെയാണ് എൻ്റെ പൈ ചാർട്ട് വന്നത്. ഓക്കെ, ഇവിടെ എനിക്കൊരു കാറ്റഗറി, ഇവിടെ എനിക്കൊരു കാറ്റഗറി, ഇവിടെ എനിക്കൊരു കാറ്റഗറി, ഇവിടെ എനിക്കൊരു കാറ്റഗറി. ഇപ്പോൾ ഇവിടെ എനിക്കൊരു ആംഗിൾ കാണും തീറ്റ, ഇവിടെ അടുത്ത ആംഗിൾ എക്സ്, ഇവിടെ ഇത് മറ്റേ വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ആംഗിൾ ഒന്നും അല്ല കേട്ടോ, ഇവിടെ ഇത് വൈ, ഇത് ഇസഡ്. അങ്ങനെ എനിക്ക് 3 ആംഗിൾ ഉണ്ട്, 4 സ്ലൈസ് ഉണ്ട്, 4 സ്ലൈസ് ഉണ്ട്, 4 ആംഗിൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 4 ആംഗിളിനെയും കൂടെ സം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കണം? 360 ഡിഗ്രി ആയിരിക്കണം. ഇതാണ് നിങ്ങൾ പൈ ചാർട്ടിൽ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇതിന്റെ ഈ പറഞ്ഞ ഈ ഒരു കാര്യം ഉണ്ടല്ലോ, 360 ഡിഗ്രി ആണ് എന്നതുകൊണ്ട് തന്നെ ഓരോ സ്ലൈസിന്റെയും പർട്ടിക്കുലർ റിലേറ്റീവ് സൈസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിന്റെ പെർസെൻറ്റേജ് എടുത്തിട്ട് 360 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. ഓക്കെ, അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ ഇത്ര ആലോചിക്കുക. നമുക്ക് എന്താണ് ഈ പറഞ്ഞ ആംഗിൾസ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ, ഒരു പൈ ചാർട്ടിന്റെ ഓരോ സ്ലൈസിന്റെ ആംഗിൾ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 360 ഡിഗ്രി ആയിരിക്കും നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? അതിൽ ഓരോ സ്ലൈസും എത്ര പെർസെൻറ്റേജ് ആണ് എന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചാൽ, എന്ത് ചെയ്യുക, അതിനെ പെർസെൻറ്റേജോ ഡെസിമലോ ആക്കിയിട്ട് 360 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടും. അതെങ്ങനെയാണെന്നുള്ളത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ, ഡോണ്ട് വറി. ശരി, അടുത്തത് നമ്മൾ പറയുന്നത് വിഡ്ത്തിനെ കുറിച്ചാണ്. എന്താണ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ലിമിറ്റ്സ്. Okay, difference between two limits is called the width of the interval. And it should be constant if possible for all the classes representing a particular type of data. അപ്പോൾ എന്താ ഇന്റർവെൽ? അപ്പോൾ ആദ്യം അത് പറയണമല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ എഴുതിയില്ലേ, എന്താ ഇപ്പോൾ 1:3, 3:5, 5:7, അങ്ങനെ ഞാനൊരു ഇത് എഴുതുന്നില്ലേ, ആ സംഭവമാണ് ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ഇന്റർവെല്ലിന് 2 ലിമിറ്റാണ് ഉണ്ടാവുക, അതായത് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും. ഞാനിപ്പോൾ 1:5 എന്ന് എഴുതി, 5:10 എന്ന് എഴുതി അല്ലേ. അപ്പം ഞാൻ ഈ എഴുതിയിരിക്കുന്നതാണ് ഒരു ഇന്റർവെൽ എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും ചെറിയ വാല്യൂ ആണ് എൻ്റെ ലോവർ ലിമിറ്റ്, വലിയ വാല്യൂ അപ്പർ ലിമിറ്റ്. ഇവിടെ വരുമ്പോൾ 5 ലോവർ ലിമിറ്റ്, 10 അപ്പർ ലിമിറ്റ്. ഓക്കെ, ഈ 2 ലിമിറ്റുകൾ അഥവാ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, വലിയ ലിമിറ്റിൽ നിന്ന് ചെറിയ ലിമിറ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത്? വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ 5 - 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. ആൻഡ് ആക്ച്വലി ഇതിപ്പോ ഈ പറഞ്ഞ 1, 5, 5, 10 അങ്ങനെ വരത്തില്ല. ആൻഡ് അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് ഇതിൽ രണ്ടിലും 2 വിഡ്ത്തായിട്ട് തോന്നുന്നത്. 5 - 1 4 ആണ്. 10 - 5 എന്ന് പറഞ്ഞാൽ 10 - 5 എത്ര? സോറി 1 to 5 അല്ല, ഇത് 0 to 5 ആണ് കേട്ടോ. 0 to 5, 5 to 10 അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ 0 to 5 ആണെങ്കിൽ ഇവിടുത്തെ വിഡ്ത്ത് എത്രയായിരിക്കും? 5 ആയിരിക്കും. ആൻഡ് 10 - 5 എന്തായിരിക്കും? 5 ആയിരിക്കും. സോ എന്താ നമ്മൾ പറഞ്ഞ ഒരു ഇന്റർവെല്ല് എന്ന് പറയുന്നു. ആ ഇന്റർവെല്ലിന് എന്തുണ്ടാവും? ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഉണ്ടാവും. ഈ 2 ലിമിറ്റിന്റെ ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പർ ലിമിറ്റിൽ നിന്ന് ലോവർ ലിമിറ്റ് നമ്മൾ മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത് അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ആൻഡ് ഓരോ ഇന്റർവെല്ലിനും ഈ വിഡ്ത്ത് എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. ഓക്കെ, ഓരോ ഇന്റർവെല്ലിലും ഒരു സെറ്റ് ഡേറ്റ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഇന്റർവെല്ലിനകത്തെല്ലായിരിക്കും ഈ വിഡ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഇന്റർവെൽ എടുക്കുന്നു, അതിന് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഉണ്ട്. ആ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? വിഡ്ത്ത് എന്ന് പറയുന്നത്. ആൻഡ് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഡേറ്റ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എത്ര ഇന്റർവെൽ ഉണ്ടോ അത്രയും ഇന്റർവെല്ലിന്റെയും വിഡ്ത്ത് എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇനി എന്താ റേഞ്ച്? The difference between the largest value in the data set and the smallest value in the data set is called the range of the data. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ സെറ്റിൽ ഏറ്റവും വലിയ നമ്പറിൽ നിന്നും ഏറ്റവും ചെറിയ നമ്പർ മൈനസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ,
എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ 1 തൊട്ട് 100 വരെയുള്ള ഓഡ് നമ്പേഴ്സ് എടുക്കുകയാണെന്ന് വെച്ചോ. 1 തൊട്ട് 100 വരെയുള്ള ഓഡ് നമ്പേഴ്സ് ആണ് എൻ്റെ സെറ്റ്. അപ്പോൾ 1, 3, 5, 7, 9, 11, 13, 15, 17, 20, 19, 21, 23, 25, 27 എന്ന് പറഞ്ഞ് അങ്ങനെ 99 വരെ എനിക്ക് എന്ത് കിട്ടും? വാല്യൂസ് കിട്ടും. അപ്പോൾ 1 തൊട്ട് 99 വരെ ഉള്ള ഓഡ് നമ്പേഴ്സ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് എൻ്റെ കംപ്ലീറ്റ് ഡേറ്റ സെറ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അതിൻ്റെ റേഞ്ച് എത്രയായിരിക്കും? അപ്പോൾ അതിൽ ഹയസ്റ്റ് എത്രയാണ്? 99 ആണ് ഹയസ്റ്റ് നമ്പർ. ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ എത്രയാണ്? 1 ആണ്. അപ്പോൾ 99 നിന്ന് 1 കുറച്ചാൽ എത്രയായിരിക്കും നമുക്ക് കിട്ടുക? 98 ആയിരിക്കും. അതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്ലാസ് വിഡ്ത്ത് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ സെറ്റിൽ നിന്ന് ക്ലാസ് വിഡ്ത്ത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റേഞ്ച് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ക്ലാസ്സസ് ചെയ്താൽ മതി. ഓക്കെ, എനിക്ക് എന്ത് ചെയ്യണം? ഞാൻ ഈ പറഞ്ഞ ഡേറ്റ ഉണ്ടല്ലോ, എന്താണ് 1 തൊട്ട് 99 അല്ലെങ്കിൽ 1 തൊട്ട് 100 വരെയുള്ള ഓഡ് നമ്പേഴ്സ്, അതിന് എന്ത് ചെയ്യണം? എനിക്ക് ഫ്രീക്വൻസി വേറെ എന്തെങ്കിലും ഒരു എന്താ പറയുക, എന്തെങ്കിലും ഒരു കൺസെപ്റ്റിൽ എനിക്ക് ഇതിനെ കാറ്റഗറൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എനിക്കിതിനെ എത്ര ഇതാക്കണമെന്ന് ചോദിച്ചാൽ എനിക്കിതിനെ 10 അല്ലെങ്കിൽ 98, 9 തൊട്ട് 17. ഓക്കെ, എനിക്കൊരു 10 ക്ലാസ് ആക്കണം. ഓക്കെ, എനിക്കൊരു 10 ക്ലാസ് ആക്കിയാണ് എനിക്കിതിനെ ടേബിൾ ആക്കേണ്ടത്, അല്ലെങ്കിൽ ഫ്രീക്വൻസി ടേബിൾ ആക്കേണ്ടത്. ഓക്കെ, അങ്ങനെ 10 കാറ്റഗറി ആക്കണമെങ്കിൽ അല്ലെങ്കിൽ 10 ക്ലാസ് ആക്കണമെങ്കിലും ഓരോ ക്ലാസിൻ്റെയും വിഡ്ത്ത് എത്രയായിരിക്കും, അല്ലെങ്കിൽ ഓരോ ക്ലാസിൻ്റെ എവിടെ തൊട്ട് എവിടെ വരെയാണ് ഓരോ ക്ലാസ്സിൽ ഞാൻ ഉൾക്കൊള്ളിക്കാൻ പോവേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയായിരിക്കും ഞാൻ ക്ലാസിൻ്റെ വിഡ്ത്ത് എടുക്കുക എന്ന് ചോദിച്ചാൽ അതിന് ഇക്വേഷൻ ഇതാണ്: ക്ലാസ് വിഡ്ത്ത് ഈക്വൽ ടു റേഞ്ച് ബൈ നമ്പർ ഓഫ് ക്ലാസ്സസ്. ഓക്കെ, അപ്പോൾ റേഞ്ച് ഞാൻ പറഞ്ഞു എത്രയാണ്? 99 - 1 എത്രയാണത്? 98 ആണ്. എനിക്ക് എത്ര ക്ലാസ് വേണം? 10 ക്ലാസ് ആണ് എനിക്ക് വേണ്ടത്, അല്ലേ? അപ്പോൾ എൻ്റെ റേഞ്ച് അറിയാം, ക്ലാസ് എത്ര എണ്ണം വേണമെന്നുള്ളത് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ആ ക്ലാസിൻ്റെ വിഡ്ത്ത് എത്രയായിരിക്കും? 98 എനിക്ക് റേഞ്ച് വന്നത്. 98 ബൈ എത്ര ക്ലാസ് എനിക്ക് വേണം? 10 ക്ലാസ് എനിക്ക് വേണം. അപ്പോൾ 98 ബൈ 10 എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടുക? എനിക്ക് 9.8 കിട്ടും. അപ്പോൾ 9.8 എന്ന് പറയുന്ന വിഡ്ത്തിൽ ഞാൻ ക്ലാസ്സസ് ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് 10 കോൺസ്റ്റന്റ് വിഡ്ത്തുള്ള ക്ലാസ്സസ് കിട്ടും. ഓക്കെ, 0 to 9.8, 9.8 to എത്രയാണ്? 19.6. അങ്ങനെ എനിക്ക് എവിടെ വരെ കൊണ്ടെത്തിക്കാൻ പറ്റും? 99 വരെയുള്ള ക്ലാസ്സസ് എനിക്ക് കിട്ടും. ഇനി എന്താ 0 to അല്ലെങ്കിൽ പോട്ടെ 1 തൊട്ടല്ല നമ്മളെടുത്ത് 1 to 9.8 വരുമ്പോൾ എനിക്ക് എന്താ കിട്ടുക? ഏതൊക്കെ നമ്പേഴ്സ്? 1, 3, 5, 7, 9, 5 നമ്പർ കിട്ടി. ഇനി അടുത്തത് നോക്കുമ്പോൾ ഇതേപോലെ 11, 13, 15, 17 അങ്ങനെ. ഓക്കെ, നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലായല്ലോ അല്ലേ? എന്താ നമ്മൾ ഇതിൽ കണ്ടുപിടിക്കുന്നത്? ക്ലാസ് വിട്ട് നോക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് വിഡ്ത്ത് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എന്താ ക്ലാസ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ റേഞ്ച് ബൈ നമ്പർ ഓഫ് ക്ലാസ് ആയിരിക്കും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കിട്ടും. എന്താ നമ്മൾ ചെയ്തത്? നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ നമ്മൾ എടുക്കുന്നു, വലിയ ഡേറ്റയിൽ നിന്ന് ഏറ്റവും ചെറിയ ഡേറ്റ കുറയ്ക്കുന്നു, അപ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ആ റേഞ്ച് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ക്ലാസ് ആയിരിക്കും നമുക്ക് എന്തെന്ന് പറയുന്നത്? ക്ലാസ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ റിലേറ്റീവ് ഫ്രീക്വൻസി? Relative frequency of any class is the number of observations of measurements in the class divided by the total number of observations. അപ്പോൾ ഫ്രീക്വൻസി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു ഡേറ്റ എത്ര വട്ടം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന ക്ലാസ്സിൽ വരുന്ന ഡേറ്റാസ് എത്ര എണ്ണം ഉണ്ട്, അതൊക്കെയാണ് നമ്മൾ പറഞ്ഞ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ, അല്ലേ? ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു ഡേറ്റ എടുത്തല്ലേ 1 to 9.8, അതിനകത്ത് 1 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, 5 വരുന്നുണ്ട്, 7 വരുന്നുണ്ട്, 9 വരുന്നുണ്ട്, 5 ഓഡ് നമ്പർ വരുന്നുണ്ട്. ഈ 5 ആണ് എന്തെന്ന് പറയുന്നത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി എന്താ റിലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ? ആ ഒരു ക്ലാസ്സിൽ എത്ര മെഷർമെന്റ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ഫ്രീക്വൻസി ഉണ്ട്, അതേ ഡിവൈഡഡ് ബൈ
ടോട്ടൽ ഫ്രീക്വൻസി ആണ് എന്തെന്ന് പറയുന്നത് റിലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിനകത്ത് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഐസ് 10 വട്ടം എറിഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഒന്ന് എനിക്ക് എത്ര വട്ടം കിട്ടി? 4 വട്ടം കിട്ടി. ടോട്ടൽ എത്ര വട്ടം ഞാൻ എറിഞ്ഞത്? 10 വട്ടമാണ് എറിഞ്ഞത്. അപ്പോൾ ആ പറഞ്ഞ ക്ലാസ് ഒന്നെന്ന് പറയുന്ന ക്ലാസ്സിന്റെ റിലേറ്റീവ് ഫ്രീക്വൻസി എത്രയാണെന്ന് ചോദിച്ചാൽ എന്താണ്? എനിക്ക് ആ ഒന്ന് എത്ര വട്ടം കിട്ടി ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീക്വൻസി. അതായത് എനിക്ക് ഒന്ന് 4 വട്ടം കിട്ടി, ടോട്ടൽ 10 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിന്റെ റിലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4/10 ആയിരിക്കും. 2 വട്ടം കിട്ടി, അപ്പോൾ 2/10. 3 ഒരു വട്ടം കിട്ടി, 1/10. 4 ഒരു വട്ടം കിട്ടി, 1/10. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? റിലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. അപ്പോൾ റിലേറ്റീവ് ഫ്രീക്വൻസി റെപ്രസെന്റ്സ് ദ പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ ഒബ്സർവേഷൻസ് ദാറ്റ് ഫോൾ ഇൻ എ ഗിവൺ ക്ലാസ്. അപ്പോൾ ടോട്ടൽ ഒബ്സർവേഷനിൽ നിന്ന് ഈ ക്ലാസ്സിൽ മാത്രം, നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ ക്ലാസ്സിൽ മാത്രം എത്ര ഫ്രീക്വൻസി, എത്ര പെർസെൻറ്റേജ് ഫ്രീക്വൻസിയാണ് വന്നിട്ടുള്ളത് എന്നത് കണ്ടുപിടിക്കാനായിട്ട് നമ്മളെ എന്ത് സഹായിക്കുന്നു? റിലേറ്റീവ് ഫ്രീക്വൻസി സഹായിക്കുന്നു. സോ റിലേറ്റീവ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു നമ്പർ ഇൻ ക്ലാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഇൻ എ പർട്ടിക്കുലർ ക്ലാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് റിലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കൺസെപ്റ്റാണ്. ഇക്വേഷൻസ് നമുക്ക് എപ്പോഴും ആവശ്യമാണ്. ഇനി അങ്ങോട്ട് ഹിസ്റ്റോഗ്രാം ഒക്കെ വരയ്ക്കണമെങ്കിൽ ഇതെല്ലാം ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സിൽ ടേബിളാണ് ഇമ്പോർട്ടൻ്റ്. ഈ ടേബിളിൽ ഓരോ കോളവും ഈ പറഞ്ഞ ഓരോ വാല്യൂ ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യേണ്ടി വരിക. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ എന്താ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ, ദ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് എ ക്ലാസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സം ഓഫ് ദി ഫ്രീക്വൻസി ഓഫ് ദി ക്ലാസ് ആൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ഓൾ പ്രിസീഡിങ് ക്ലാസ്. അപ്പോൾ ഒരു റിലേറ്റീവ് ഫ്രീക്വൻസി അല്ല പറയുന്നത്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 1 4 വട്ടം, 2 വട്ടം, 3 ഒരു വട്ടം, 4 ഒരു വട്ടം, അങ്ങനെ പറഞ്ഞല്ലോ. അപ്പോൾ എന്താ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ 4ന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും. കാരണം അതിന് മുമ്പ് വരെ ക്ലാസ് ഇല്ല, ഞാൻ അവിടെയാണ് തുടങ്ങുക. ഇനി 2ന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നോക്കുമ്പോൾ 2ന്റെ ഫ്രീക്വൻസി എത്രയാണ്? 2ന് മുകളിൽ എത്രയാണ്? 1 4 വട്ടം അല്ലേ. ഈ 2 + 4 ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഇതിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. പ്രിസീഡിങ് ആയിട്ട് ഏത് ക്ലാസ് ആണോ അതിന്റെ ഫ്രീക്വൻസി ആയിട്ട് ആഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ 2 എടുത്തു, 2ന് മുകളിൽ 4 ആണുള്ളത്, 2 + 4 6. ഇനി അത് കഴിഞ്ഞിട്ട് 3 എത്ര വട്ടം ഉണ്ടായിരുന്നു? ഒരു വട്ടേ വേണുള്ളൂ. അപ്പോൾ ഞാൻ ആ 1ന്റെ ക്ലാസ് എടുക്കുമ്പോൾ, അല്ല 3ന്റെ ക്ലാസ് എടുക്കുമ്പോൾ അവിടുത്തെ ഫ്രീക്വൻസി 1 ആണ്. അതിന്റെ മുകളിൽ എന്തൊക്കെയുണ്ട്? 2 വട്ടം വേണു, 1 4 വട്ടം വേണു. അപ്പോൾ 2 + 4 + 1 ദാറ്റ് ഈസ് 7. ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്ന സംഭവമാണ് എന്തെന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ എത്രത്തോളം എന്താ പ്രിസീഡിങ് ആയിട്ടുള്ള എത്ര ഫ്രീക്വൻസി ഉണ്ടോ അത് അത്രയും കൂടെ ആഡ് ചെയ്ത് വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. മനസ്സിലായോ എന്താ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ 5 ക്ലാസ് ഉണ്ട്, ഞാൻ 5ാമത്തെ ഇതിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഇതായിരിക്കും, ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീക്വൻസി ആയിരിക്കും. ഇപ്പം ഞാൻ 1ാമത്തേന് അതേ ഇതായിരിക്കും, 2ാമത്തെ വരുമ്പോൾ 1 + 2, 3 വരുമ്പോൾ 1 + 2 + 3, 1 + 2 + 3 + 4, 1 + 2 + 3 + 4 + 5. അങ്ങനെ ആഡ് ചെയ്ത് പോകുന്ന ഫ്രീക്വൻസി ആയിരിക്കും എന്തെന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി എന്താ ഹിസ്റ്റോഗ്രാം? Histogram is the graphical image of a frequency or a relative frequency distribution in which the height of each bar is proportional to the frequency or relative frequency of the class. നമ്മൾ നേരത്തെ ബാർ ഗ്രാഫ് പറഞ്ഞു, അല്ലെങ്കിൽ ബാർ ഗ്രാഫ് പറഞ്ഞു, ബാർ ചാർട്ട് പറഞ്ഞു. എന്താ ബാർ ചാർട്ട് എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ ക്വാളിറ്റേറ്റീവ് ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ബാർ ചാർട്ട് എന്ന് പറഞ്ഞാൽ, അല്ലേ? പക്ഷെ ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിവിടെ ഫ്രീക്വൻസി അല്ലെങ്കിൽ റിലേറ്റീവ് ഫ്രീക്വൻസിനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് സിമിലർ ടു ബാർ ചാർട്ടാണ്, പക്ഷെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. വരയ്ക്കുന്ന രീതിയൊക്കെ ഏകദേശം സെയിം ആണ്. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പറഞ്ഞ റിലേറ്റീവ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫ്രീക്വൻസിനെയാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലുള്ള ഓരോ ബാറിന്റെയും ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഓരോ ബാറിലും നമ്മൾ മറ്റേ ബാർ ചാർട്ട് വരയ്ക്കുന്ന ബാർ വെച്ചാണ് ഇതിൽ വരച്ചു പോവുക. അപ്പോൾ ഇതിൽ ഓരോ ബാറിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ റിലേറ്റീവ് ഫ്രീക്വൻസിക്കോ അല്ലെങ്കിൽ ഫ്രീക്വൻസിക്കോ ആയിട്ട്
ഫ്രീക്വൻസി അല്ലെങ്കിൽ റിലേറ്റീവ് ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും അതിൻ്റെ ഓരോ ബാറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഹിസ്റ്റോഗ്രാംസ് ആർ യൂസ്ഡ് വെൻ ദ കാറ്റഗറീസ് ബീങ് ഒബ്സർവ്ഡ് ആർ ന്യൂമറിക്കൽ. അപ്പോൾ നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഹിസ്റ്റോഗ്രാമും യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ഓക്കെ, മറ്റേത് ക്വാളിറ്റേറ്റീവ് ആയിരുന്നെങ്കിൽ ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കും, നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിരിക്കും ഹിസ്റ്റോഗ്രാം യൂസ് ചെയ്യുക. ആൻഡ് ഈ ഹിസ്റ്റോഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഈ ബാർസിനെ കണക്ട് ചെയ്ത്, ബാർസിനകത്ത് ഓരോ പോയിന്റ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ പോയിന്റ് ഇട്ട് ആ ബാർസിനെ കണക്ട് ചെയ്ത് നമ്മളൊരു സൂപ്പർ ഇമ്പോസ്ഡ് ലൈനായിട്ട് വരയ്ക്കും. അത് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ, വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പൈ ചാർട്ട്, ബാർ ചാർട്ട് അങ്ങനെ ചോദിച്ചിട്ടില്ല, എന്നാലും പൈ ചാർട്ട്, ദെൻ വിഡ്ത്ത്, റേഞ്ച്, വിഡ്ത്ത്, ഫ്രീക്വൻസി എന്താണ്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്താണ്, റിലേറ്റീവ് ഫ്രീക്വൻസി എന്താണ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബാക്കി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ബാക്കി കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു എന്ന് വെച്ചാൽ ആ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു. ദെൻ പോപ്പുലേഷൻ എന്താണ്, സാമ്പിൾ എന്താണ്, പാരാമീറ്റേഴ്സ് എന്താണ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്. 1 മാർക്കിനുള്ള 2 മാർക്കിന് ഈ ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. ദെൻ അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. പിന്നെ എന്താ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, എന്താ ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് കണ്ടു. ചിലപ്പോൾ ഇത് 1 മാർക്കിന് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉറപ്പായിട്ടും ഉണ്ട്, 2 മാർക്കിന് എന്തായാലും ചോദിക്കും. ഒരു ഡേറ്റ അവർ തരും, അതിനെ നമ്മൾ ടേബിൾ ആക്കേണ്ടി വരും. ദെൻ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ പൈ ചാർട്ടിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അത് സാധാരണ 4 മാർക്കിന് ചോദിക്കാറുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ക്ലാസ് വിഡ്ത്ത് അല്ലേ, അതൊക്കെ ഹിസ്റ്റോഗ്രാമിൽ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇനി അങ്ങോട്ട് വരുമ്പോഴുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞാലേ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, ഇതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സെഷനോട് വരുന്നുണ്ട്. അപ്പോൾ ആ 2 ക്ലാസ്സിൽ നിങ്ങൾ ഒരു ദിവസം തന്നെ ഇരുന്ന് അത്യാവശ്യം നല്ല വൃത്തിക്ക് പ്രിപ്പയർ ചെയ്ത് പഠിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, so see you in the next class. Thank you.